ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറും 4 ചേരുവകൾ വെച്ചിട്ട് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കാരമൽ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. എന്നാൽ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. കൂടെ തന്നെ 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ 1/4 കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ ഒരു പാൽ ഒത്തിരി അങ്ങ് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മാത്രം മതിയാകും. ഇതുപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടിത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പഞ്ചസാര കാരമൽസ് ആക്കി എടുക്കണം. ഇതുപോലുള്ള അടിക്കട്ടിയുള്ള പാത്രം എടുക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റീൽ പാത്രമാണ് എടുക്കുന്നതെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതിയാകും. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതുപോലെ പഞ്ചസാര മെൽട്ടായി തുടങ്ങുമ്പോൾ പിന്നെ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക. ഈ ഒരു കളറായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഒത്തിരി അങ്ങ് കരിയിച്ചെടുക്കരുത്. കൂടുതൽ കളർ ചേഞ്ച് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു കയ്പ്പ് രസമായി പോകും. ഇനി ഇതാ ഈ ഒരു കാരമൽസിലേക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച പാല് ഒഴിച്ചു കൊടുക്കുക. പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് കട്ട പിടിച്ചതുപോലെയാകും. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും അതങ്ങ് മെൽട്ടായിക്കോളും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് പാലും കാരമലും നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ അഗർ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇതിന് പകരമായിട്ട് ചൈന ഗ്രാസും ഉപയോഗിക്കുക. 10 ഗ്രാം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചൈന ഗ്രാസ് വെള്ളത്തിലിട്ട് കുതിർത്തിയതിന് ശേഷം അടുപ്പത്ത് വെച്ച് മെൽട്ടാക്കി ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒത്തിരി സമയം ഇട്ടിട്ട് കട്ടിയാക്കി എടുക്കണ്ട. ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലായിട്ട് കുറച്ച് നെയ്യൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഏത് ട്രേ ആണോ ഉള്ളത് അതിൽ സെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിതാ കുറച്ച് ബദാമും പിസ്തയും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചൂടാറിയതിന് ശേഷം സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് സെറ്റ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് ഒരു 6-7 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നല്ലപോലെ തണുപ്പിച്ചെടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. പാർട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിങ് കൂടിയാണിത്. ഒരു പീസ് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.